വൈഷ്ണവിന്റെ അടുത്ത് വ്ലോഗ് ആയതുകൊണ്ട് മാത്രമാണ് ഞാൻ സംസാരിക്കുന്നത്. എനിക്ക് ആ ചെറുക്കനെ അല്ലെങ്കിൽ കണ്ണെടുത്ത കണ്ടുകൂടാ. പക്ഷെ ഇപ്പൊ ഇവരെ കാണുമ്പോ എനിക്ക് അലക്കാൻ തോന്നുന്നു മോന്ത കിട്ടും. ആക്ച്വലി കിച്ചുവിന് ഇച്ചിരി ഗ്ലോ കൂടുതലാണല്ലോ. ഓസയുടെ ബർത്ത്ഡേ ആക്ച്വലി സ്പെഷ്യൽ ആണോ? കൂടുതൽ അഭ്യാസം എന്റെ അടുത്ത് കാണിച്ചാണ്ടില്ല. ഞാൻ നല്ല പുളിച്ച തെറി വിളിച്ചു പറയും. റെസല്യൂഷൻ കേൾക്കാം. ഇത് എന്നെ ഉദ്ദേശാണ്, എന്നെ തന്നെ ഉദ്ദേശാണ്, എന്നെ മാത്രം ഉദ്ദേശാണ്. ഞാൻ പോവൂല. നിന്നോട് പോകാനല്ലേ പറഞ്ഞത്? ഞാൻ പോവൂലെന്നാലും ഞാൻ ആദ്യമേ മാക്സിമം നെഗറ്റീവ് എനർജിയാണ് എനിക്ക് ഫീൽ ചെയ്യുന്ന ഐറ്റംസ് ഒക്കെ 24 years ആയി. ഇനി എനിക്ക് വേണ്ട. അപ്പൊ ലൈഫ് ഇനി ഒരു സെക്കൻഡ് ഞാൻ എടുക്കൂല. ലൈഫിൽ കുറെ നെഗറ്റീവ് എനർജി അനുഭവിക്കുകയാണല്ലേ ഇപ്പം? കുറെ ഒക്കെ അവിടെ നിന്ന് ഇവിടുന്നൊക്കെ അനുഭവിക്കുന്നുണ്ട്. ആ കുട്ടി എന്താ പറഞ്ഞത്? അത് എന്നെ കണ്ടത് അവളുടെ നല്ല കാലം ഒന്ന് പറയായിരുന്നു. മാക്സിമം എടുത്ത് കണ്ട മാക്സിമം പോസിറ്റീവ് ആയിട്ട് ഹാപ്പി ആയിട്ട് ജീവിക്കണമെന്നുണ്ട്. കാര്യങ്ങളൊക്കെ മോശമാണ്. ഓക്കെ, അപ്പോ അത് മാക്സിമം ഞാൻ ട്രൈ ചെയ്യും. അത് ആൾക്കാരായാലും ശരി, ഒരു മെറ്റീരിയൽ സാധനമായാലും ശരി, ഞാൻ ഒഴിവാക്കി. അത് പലരും മനസ്സിലാക്കിയാ കൊള്ളാം. ആണത്തം കളഞ്ഞിട്ടുള്ള ഒരു വിട്ടുവീഴ്ചയ്ക്കും ഞാൻ തയ്യാറല്ല. ചിലവരെ ഒഴിവാക്കും എന്നാണ് ഉദ്ദേശിച്ചത്. ഇൻഡയറക്ട്ലി ഞാൻ പറഞ്ഞത്. ഒരക്ഷരം പോലും തെറ്റിയില്ല. നൈസായിട്ടും ഒഴിവാക്കി കളഞ്ഞല്ലേ. 25 വയസ്സോ അല്ലെങ്കിൽ അതിന് താഴെയുള്ള പെൺകുട്ടികളും എനിക്ക് എന്താ പറയാ ആ കുട്ടി കേട്ടോ കൃഷ്ണനെ പോലെ ജീവിക്കുക പോലെ. പിന്നെ അവര് സ്മൂത്ത് ആയിട്ട് കഴിയും. സ്മൂത്തായി തീരുമെന്ന് കരുതിയിരുന്ന എന്റെ ലൈഫ് ഗട്ടറിലുമായി. അല്ല, ഇനിയും ഞാനിവിടെ നിന്ന് ഡയലോഗ് പറഞ്ഞാൽ കരഞ്ഞു പോകും. ഉസ്മാനെ രക്ഷപ്പെട്ടോ.